ആഗോള വിപണി കൈയടക്കിയിരിക്കുന്ന സൗദിയും യുഎഇയും നാളുകളായി തുടരുന്ന തർക്കത്തിന് അവസാനം വിരാമം കുറിച്ചു. ലോകം പ്രതീക്ഷയോടെയാണ് ഈ വാർത്തകൾ കേട്ടതെങ്കിലും ആശങ്കകൾ ബാക്കിയാക്കുകയാണ്. ഇവർ തമ്മിൽ തുടർന്നു വരുന്ന മൗനം മറ്റൊരു തലത്തിലേക്ക് നയിക്കുകയാണ്. അമ്പരപ്പോടെയാണ് ഇത് പ്രവാസികളും ഉറ്റുനോക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എണ്ണ ഉൽപാദന പരിധിയുടെ കാര്യത്തിൽ പ്രധാന എണ്ണ ഉൽപാദന രാജ്യങ്ങളായ സൗദിയും യുഎഇയും തമ്മിൽ ഏറെ നാളായി നിലനിന്നുവരുന്ന തർക്കത്തിന് താൽക്കാലിക പരിഹാരം കുറിച്ചിട്ടുണ്ട്. എങ്കിലും അത് എണ്ണവിലയിൽ കാര്യമായ കുറവുണ്ടാക്കിയില്ല എന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നു. തർക്കം പരിഹരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടും ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം കാരണം റഷ്യ ഉൾപ്പെടെയുള്ള 22 അംഗ എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ വിശാല കൂട്ടായ്മയായ ഒപെക് പ്ലസിന് എണ്ണ ഉൽപാദനം കൂട്ടുന്ന കാര്യത്തിൽ ഒരു സമവായത്തിലെത്താൻ സാധിക്കുന്നില്ല. ഇത് എണ്ണ വിപണിയിൽ അനിശ്ചിതത്വത്തിലും തുടർന്ന് വില വർധനവിനും കാരണമായി മാറുകയായിരുന്നു. എണ്ണവില വർധന പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി തന്നെ പ്രതിദിനം 20 ലക്ഷം ബാരൽ ഉൽപാദനം വർദ്ധിപ്പിക്കാമെന്നായിരുന്നു എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്കിടയിലെ ധാരണ എന്നത്. ഇതിൽ തങ്ങളുടെ ഉൽപാദന ഓഹരി കൂടുതൽ വർദ്ധിക്കണമെന്ന അബുദാബിയുടെ ആവശ്യമാണ് തർക്കത്തിന് കാരണമായി മാറിയത്. മറ്റംഗ രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അബുദാബിക്ക് അനുവദിക്കപ്പെട്ട ഉൽപാദന പരിധി വളരെ കുറവാണെന്നും ഇത് ഉയർത്താൻ അനുവദിക്കണമെന്നുമാണ് അബുദാബിയുടെ ആവശ്യമെന്നത്. ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിൽ നിലവിലെ 3.17 ദശലക്ഷം ബാരലിൽ നിന്ന് 3.65 ദശലക്ഷം ബാരലായി പ്രതിദിന ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് അബുദാബിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ ഒപെക് രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ യോജിച്ച തീരുമാനമെടുക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2.5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന എണ്ണവിലയാണ് ആഗോള വിപണിയിൽ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം പല വികസിത രാജ്യങ്ങളും സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ തീരുമാനിച്ചതോടെ എണ്ണ ഉപയോഗം വർദ്ധിക്കുകയും ഡിമാൻഡ് കൂടുകയുമായിരുന്നു. ഇതിനനുസരിച്ച് എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഒപെക് രാജ്യങ്ങൾ തയ്യാറാവാതിരുന്നതാണ് വില കുത്തനെ ഉയരാൻ കാരണമായി മാറിയത്. എന്നാൽ യുഎഇ സൗദി തർക്കം താൽക്കാലികമായി അവസാനിച്ചതോടെ എണ്ണവില നിയന്ത്രണ വിധേയമാകുമെന്ന വിലയിരുത്തലിലാണ് ആഗോള വിപണി ഇപ്പോൾ. കോവിഡ് വ്യാപകമായ സാഹചര്യത്തിൽ എണ്ണവിലയിലുണ്ടായ വൻ തകർച്ച എണ്ണ ഉൽപാദനം കുത്തനെ കുറയ്ക്കാൻ ഒപെക് രാജ്യങ്ങളെ നിർബന്ധമാക്കിയിരുന്നു. 10 ദശലക്ഷം ബാരലാണ് പ്രതിദിന ഉൽപാദനത്തിൽ കുറവ് വരുത്തിയത്. എന്നാൽ നിലവിൽ അത് 5.8 ദശലക്ഷം ബാരലിൽ എത്തി നിൽക്കുകയാണ്. അതിനിടെ എണ്ണവില നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാർ യുഎഇ സൗദി മന്ത്രിമാരുമായി കഴിഞ്ഞ ദിവസം ചർച്ചയും നടത്തിയിരുന്നു. പുതിയ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി സൗദിയിലെയും യുഎഇയിലെയും ഊർജ്ജ മന്ത്രിമാരുമായാണ് ഫോണിൽ സംബന്ധിച്ചത്. എണ്ണവില നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം അദ്ദേഹം ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്തു. എണ്ണവില വർദ്ധിച്ചു പല സംസ്ഥാനങ്ങളിലും ലിറ്ററിന് 100 രൂപയിൽ കൂടുതലായതോടെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു സമ്മർദ്ദ തന്ത്രവുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗദി ഊർജ്ജമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് അൽ സൗദ്, യുഎഇ വ്യവസായ മന്ത്രിയും അഡ്നോക് സിഇഒയുമായ സുൽത്താൻ അഹമ്മദ് അൽ ജാബിർ എന്നിവരുമായി നടത്തിയ ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് ഹർദീപ് സിംഗ് പുരി മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ പ്രധാന ശക്തികളായ 2 രാജ്യമായും എണ്ണവില വർധനയിൽ തങ്ങൾക്കുള്ള ആശങ്ക പങ്കുവച്ചതായി അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ അടുത്ത കാലം വരെ സൗദിയെയായിരുന്നു ഇതിനായി കൂടുതൽ ആശ്രയിച്ചിരുന്നത്. എന്നാൽ എണ്ണ ഉൽപാദനം കൂട്ടാനുള്ള ഇന്ത്യയുടെ ആവശ്യം സൗദി നിരസിച്ചതിനെ തുടർന്ന് എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ കുറവ് വരുത്തിയിരുന്നു. ഇതും എണ്ണവില വർധനവിലേക്ക് നയിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.